നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, ഉൽഹിയ തറക്കുന്ന മൃഗത്തെ ബഹുമാനിക്കണേ, ആദരിക്കണേ. ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. നാളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകാനുള്ള വാഹനമാണ് ബലിമൃഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഭയങ്കര ഖൈറാൻ. അലി റളിയല്ലാഹു തആല പറയുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശറാഇൽ ഉദ്ഹിയ ഗഫറല്ലാഹു ദുനൂബഹു. വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി ഏതൊരു വ്യക്തി പുറപ്പെട്ടോ, ഗഫറല്ലാഹു ദുനൂബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം പുറത്തു കൊടുക്കുമേ. വമഹാ അൻഹു അശറു സയ്യിആത്, അവന്റെ 10 പാപങ്ങൾ അല്ലാഹു മായിച്ചു കളയുമേ. വദറഫഅ ലഹു അശറു ദറജാത്, 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 പദവി ഉയർത്തും, 10 തിന്മകളെ മായ്ക്കും, കൂടാതെ പാപങ്ങൾ പുറത്തു കൊടുക്കും. എന്താ സംഭവം ഇവ ചെയ്തത്? ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും കൂടെ ഇറങ്ങിയതാ. ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹു അൻഹു പറയാൻ, ആരാ അലി റളിയല്ലാഹു അൻഹു? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ സദഖ റസൂലുള്ളാഹി. ഞാൻ വിജ്ഞാനത്തിന്റെ പൂങ്കാവാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അലി റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉദ്ഹിയ, ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടതേയുള്ളൂ. പുറപ്പെടുന്ന സഹോദര നിനക്ക് കിട്ടുന്ന കൂലി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, 10 ദറജയെ അല്ലാഹു നിനക്ക് ഉയർത്തി തരുകയാണ്. വമൻ തകല്ലമ ലിശറാഇൽ ഉദ്ഹിയ, ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി ആരെങ്കിലും കമ്പോളത്തിലെത്തിയിട്ട് അതിന്റെ വിഷയങ്ങൾ സംസാരിച്ചാൽ കാന കലാമുഹു തസ്ബീഹാ, അവന്റെ സംസാരം പോലും സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ, അൽഹംദുലില്ലാഹയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ. അഥവാ തസ്ബീഹിന്റെ ഗണത്തിലാണ് നിന്റെ വർത്തമാനത്തെ രേഖപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചിന്തിക്ക്, നമ്മൾ അവിടെ പോയിട്ട് വർത്താനം പറയാ, ഏയ് എന്താ വർത്താനം, ഇതിന് എത്ര വില? 40 രൂപ, 40 രൂപയ്ക്ക് വിറ്റ് മതി, ഞാൻ ഒരുപാട് നോക്കി, 2 കൊല്ലമായിട്ട് നമ്മൾ തന്നെ വെച്ചുകൊണ്ട് നടന്നാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ സംസാരം വേറൊന്നുമില്ല, സംസാരം. ഇങ്ങനെയുള്ള അതിന്റെ വിഷയങ്ങൾ സംസാരിക്കുക. പക്ഷെ ഈ സംസാരം പോലും കാന കലാമുഹു തസ്ബീഹ, ഇത് സുബ്ഹാനല്ലാഹയുടെ ഗണത്തിൽ രേഖപ്പെടുത്തുമെന്ന് അലി റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, എന്താ സുബ്ഹാനല്ലാഹ്? വമാ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം എന്താണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തംലൗ ബൈനസ് സമാവാതി വൽ അർളി, 7 ആകാശങ്ങൾക്കും 7 ഭൂമികളും നിറക്കുന്നതാണ് ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 7 ആകാശത്തിന്റെ തട്ടു മുതൽ 7 ഭൂമി വരെ അടിത്തട്ട് വരെ നിറയ്ക്കുന്നതാണ് ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രീതിയിലുള്ള സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലാണ് നമ്മൾ അവിടെ പോയി ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങുമ്പോൾ കിട്ടുന്നത്. ഈ സുബ്ഹാനല്ലാഹയുടെ വലിപ്പത്തിൽ ഒരക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് എണ്ണപ്പെടും. ഇങ്ങനെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ നിൽക്കുന്നത് മുഴുവൻ കൂലി.
അതിനെ കൊണ്ടുവന്ന് അറത്തു. അതിനെ കൊണ്ടുവരുമ്പോൾ അത് ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അല്ലിമോ ലഹയാകും ഫഇന്നഹാ അല സിറാത്തി മതായാകും. നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, അഥവാ മുന്തിരമുള്ളതിനെ നോക്കണേ, നല്ലതുപോലെ നോക്കണേ, അതിനെ ആദരിക്കണേ, ബഹുമാനിക്കണേ, അതിനെ നല്ലതുപോലെ നോക്കണം. ബലിമൃഗത്തെ കൊണ്ടുവന്ന് നോക്കണം. ഒരു 10 ദിവസമെങ്കിലും അതിന് മേച്ചു നടക്കണം. 1 മുതലെങ്കിലും. അല്ലിമുല്ലഹായാക്കും, നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. ഫൈന്നഹാ അല സിറാത്തി മതായാക്കും, നാളെ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾക്ക് കടക്കാനുള്ളതാകുന്ന വാഹനമാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സിറാത്തുൽ മുസ്തഖീമിൽ എന്ന പാലത്തിലൂടെ അപ്പുറം കടക്കാനുള്ള വാഹനം ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ഉസ്താദ്, ഈ കറുത്ത പോത്തിന്റെ മേളിലൊക്കെ കയറി നമ്മൾ ഇരുന്നാൽ എങ്ങനെയുണ്ടാവും? ആകെ വൃത്തികേടായിരിക്കും, നാണക്കേടായിരിക്കും എന്നാണ് നിന്റെ ചിന്താഗതി അല്ലേ? അവിടെ എത്തുമ്പോൾ ഈ ചിന്താഗതി ഒന്നുമില്ല, എങ്ങനെയെങ്കിലും കടന്നാൽ മതി എന്നാണ്. 1. 2, ഈ മൃഗം തന്നെ ഏറ്റവും കമനീയമായ ഒരു വാഹനമാക്കി നിനക്ക് അവനോട് കാണാൻ സാധിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അവർ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ അറുത്തിട്ട് അതിന്റെ രക്തം ഈ ഭൂമിയിലേക്ക് ചൊരിച്ചാൽ ഖലഖല്ലാഹു ബികുല്ലി ഖതറത്തിൻ മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക. ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അല്ലാഹു 10 മലക്കുകളെ സൃഷ്ടിക്കുമത്രേ. യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുമേ മലക്കുകളെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? രക്തത്തുള്ളികൾ. ഒരു പോത്തിലിറക്കുമ്പോ എത്ര രക്തം വരിക? അതിന്റെ ഓരോ രക്തത്തുള്ളിക്കും 10 മലക്കുകൾ സൃഷ്ടിക്കും. 10 മലക്കുകൾ. ഇതൊക്കെ മുസ്ലിയാർ പറഞ്ഞത് ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞതാണ്. ഒരു രക്തത്തുള്ളിക്ക് 10 മലക്കുകൾ വീതം. എത്ര മലക്കുകളാ? കോടാന് മലക്കുകൾ വരണം. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ മലക്കുകൾ മുഴുവനും യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കുന്നത് ചെറിയൊരു കാര്യമല്ല, ചെറിയ പ്രവർത്തനമല്ല. അതുകൊണ്ട് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, പൈസ ഉള്ളവരുണ്ട്, ഒരു 7500 രൂപ മുടക്കിയിട്ട് നിങ്ങൾ അതിൽ ഷെയർ ചെയ്യ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.